ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വയം സ്ഥാനാർത്ഥിയായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യോടെ പൊക്കി പാലക്കാട് DCC. ഒടുവിൽ ഇവിടെങ്ങും കണ്ടുപോകരുതെന്ന് ശക്തമായി താക്കീത് നൽകി അടിച്ചോടിച്ചു. നാണക്കേടും മാനക്കേടും ഏറ്റുവാങ്ങിയ മാങ്കൂട്ടം തലയിൽ മുണ്ടുമിട്ട് കണ്ടം വഴി ഓടിയെന്നാണ് പരദൂഷണക്കാർ പറയുന്നത്. ഏതായാലും പാലക്കാടുകാരുടെ പിന്തുണ തേടി ചെന്നുപെട്ടത് പുലിക്കൂട്ടില. കോൺഗ്രസ് നേതാവ് C. ചന്ദ്രൻ്റെ മകൻ്റെ വിവാഹ സൽക്കാരത്തിന് എത്തിയതാണ് മാങ്കൂട്ടം. ആ സൽക്കാരത്തിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചത്. ഞാനാണ് ഇവിടെ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി, എന്നെ പിന്തുണയ്ക്കണം, ഞാൻ വേണ്ടത് ചെയ്യാം, നിങ്ങളോടൊപ്പം കാണും എന്നൊക്കെയാണ് തട്ടിവിട്ടത്. പാർട്ടിക്കാരെ മാത്രമല്ല SNDP NSS നേതാക്കളെയും കണ്ടു. ഷാഫി പറമ്പിൽ MLA പിന്തുണ തനിക്കുണ്ടെന്നും വെച്ചങ്ങ് കാച്ചി. എന്നാൽ പിറ്റേ ദിവസം ചേർന്ന DCC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനമാണ് വിവിധ ഗ്രൂപ്പുകളിൽ നിന്നുണ്ടായത്. DCC പ്രസിഡന്റ് A. തങ്കപ്പനും VK ശ്രീകണ്ഠൻ MPയും രാഹുലിനെതിരെ ആഞ്ഞടിച്ചു. മാങ്കൂട്ടത്തിൻ്റെ പതിവ് ഷോ പാലക്കാട്ട് വേണ്ട, ആദ്യം തെരഞ്ഞെടുപ്പ് ഫലം വന്നോട്ടെ എന്നാണ് ഇരുവരും യോഗത്തിൽ പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നത് ആദ്യം അറിയട്ടെ, പിന്നീടല്ലേ സ്ഥാനാർത്ഥി നിർണയം. അത് കഴിഞ്ഞിട്ട് മതി എടുത്തുചാട്ടമെന്ന് മറ്റ് നേതാക്കളും അഭിപ്രായപ്പെട്ടു. ഇത്തരം കലാപരിപാടികൾക്ക് ആരും കൂട്ടു നിൽക്കരുതെന്ന് നേതാക്കൾക്ക് DCC മുന്നറിയിപ്പ് നൽകി. വടകരയിൽ ജയിക്കുമെന്നും പാലക്കാട് ആര് UDF സ്ഥാനാർത്ഥിയാകണമെന്നും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമാണോ തീരുമാനിക്കുന്നത്? എങ്കിൽ പിന്നെ അവിടെ പാർട്ടിക്ക് കമ്മിറ്റികളൊന്നും വേണ്ടല്ലോ. ഒന്നാമത് വടകരയിൽ ഷാഫി ജയിക്കണം, ജയിച്ചിട്ട് വേണം MLA സ്ഥാനം രാജിവെക്കാൻ. അങ്ങനെ രാജിവെച്ചിട്ട് വേണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും പ്രവർത്തനം തുടങ്ങാനും. ഇനി ഷാഫി ജയിച്ചില്ലെങ്കിലോ? ഷാഫി രാജിവെക്കുമോ? എങ്ങനെയും മത്സരിക്കണമെന്ന ഭ്രമം തലയിൽ കയറിയാൽ പിന്നെ എന്തു ചെയ്യും? വ്യാജ വോട്ടർ ID കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയ ആളാണ് മാങ്കൂട്ടം. അയാളുടെ ആഗ്രഹം കുറഞ്ഞതൊന്നുമല്ല, പെരുത്ത ആഗ്രഹമാണ്. പ്രധാനമന്ത്രി വരെ ആകണമെന്ന മാങ്കൂട്ടത്തിൻ്റെ ആഗ്രഹം. ഇപ്പോഴേ ഇങ്ങനെ, കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ഏകദേശം അറിയാവുന്നവരാണ് പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾ. അതുകൊണ്ടാണ് അവർ അടി കൊടുത്ത് ഓടിച്ചത്. ഏതായാലും ഇനി ആ വഴിക്ക് ഇപ്പോഴെങ്ങും ചെല്ലില്ല.